പ്രിയ കൂട്ടുകാരെ, ഇത് നവംബർ മാസമാണ്. മരിച്ചവർക്ക് വേണ്ടി നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ഒരു മാസം. ഇങ്ങനെ മരിച്ചവർക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വിടുതലും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതെങ്ങനെയാണെന്നല്ലേ? മരിച്ചുപോയ ആത്മാക്കൾ, ശുദ്ധീകരണ ആത്മാക്കൾ നമ്മുടെ പ്രാർത്ഥനകൾ വഴി സ്വർഗത്തിലെത്തിയാൽ പിന്നെ അവർ വിശുദ്ധരാണ് അല്ലേ? അവർ സ്വർഗത്തിലെത്തിയാൽ പിന്നെ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ സ്വർഗത്തിലെത്താൻ സഹായിച്ചവരെല്ലാം അവരും സഹായിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്കായുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും വെറുതെയാകില്ല. അവർക്ക് വേണ്ടി നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. അവർക്കായി പ്രാർത്ഥിക്കാനുള്ള ഒരു എളുപ്പ വഴി പ്രാർത്ഥനയുണ്ട്. നമ്മുടെ കർത്താവ് വിശുദ്ധ ജർദ്രൂദിനെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും 1000 ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതരാകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പ്രാർത്ഥനയാണ്. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയും ഒരു ത്രിത്വ സ്തുതിയും ചൊല്ലി നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക.